ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കേരളം ഇങ്ങനെ കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ത്യ മൊത്തം കലങ്ങുന്നുണ്ട്, എന്നാലും കേരളം നല്ല രീതിയിൽ കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ക്യാമറമാൻമാരും അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളും ചാനലുകളും സോഷ്യൽ മീഡിയകളും എല്ലാവരും ക്രിസ്ത്യാനികളുടെ വായിലേക്ക് നോക്കിയിട്ടായിരിക്കുന്നത്. ഒത്തിരി സന്തോഷം തോന്നുന്നു കേട്ടോ. ക്രിസ്ത്യാനികൾ എത്രമാത്രം നിങ്ങൾ ബഹുമാനിക്കുന്നതിനോർത്ത് പ്രത്യേകമായി നന്ദി പറയാണ്. പ്രത്യേകിച്ച് എനിക്ക് 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായെന്ന് വെച്ചെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ പത്രം എന്നൊക്കെ പറയുന്ന ഒരു പ്രമുഖ പത്രം, കേരളത്തിലെ ലീഡിംഗ് പത്രം, 1-2 ലീഡിംഗ് പത്രത്തിലെ ഒരു ക്രിസ്ത്യാനികളുടെ പത്രം. സാധാരണയൊക്കെ ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്ററൊക്കെ പിറ്റേ ദിവസം ഇവരുടെ പത്രം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് എന്താ പറയാ, ദുഃഖവെള്ളിയാഴ്ച ആണെങ്കിലും ഒപ്പം തന്നെ ഈസ്റ്റർ ആണെങ്കിലും അവർക്ക് പത്രമുണ്ട്, അവർക്ക് പിറ്റേ ദിവസം പത്രമുണ്ട് അവർക്ക്. എന്നാൽ മറ്റു മതങ്ങളുടെ, പ്രത്യേകിച്ച് ചില മതത്തിന്റെ പെരുന്നാളുകളും മറ്റ് ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പിറ്റേ ദിവസം ഉണക്കാണ്. പക്ഷെ ക്രിസ്ത്യാനികളുടെ പേരില് ഉള്ള പത്രം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പേരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നത്. കാരണം അവിടെയൊക്കെ ഭരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഭരണങ്ങൾ പലരും ഉണ്ടെങ്കിലും എന്താ പറയുക, മതമില്ലാത്തവരാണ് ഭരിക്കുന്നതെങ്കിലും ചില മതങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാനിപ്പോ അതൊന്നല്ല പറയാൻ പോകുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിലെ യുവാക്കന്മാരെ കാണില്ല. എങ്ങനെ കേരളത്തില് യുവാക്കന്മാരെ കാണാനില്ല. യുവാക്കന്മാരെ എവിടേക്കാ പോകുന്നത്? ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് അവർക്ക് അപ്രത്യക്ഷമായി പോവുകയാണ്. ഭയങ്കര സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുക ഇവരൊക്കെ എവിടെ പോകണമെന്നും. കാരണം നോക്കുമ്പോൾ ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പറന്ന് യുകെയിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും, ഇനി പറ്റിയില്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക നമ്മുടെ യുവാക്കന്മാരെ. കാരണം അത്രമാത്രം ഓഫർ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊടുത്തിരിക്കുക. അതുകൊണ്ട് ആ ഓഫർ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർ മുഴുവൻ ഓടി രക്ഷപ്പെടുകയാണ്. ഇതിന്റെ പിന്നിൽ ഞാൻ നോക്കുന്നത് എന്തോ വലിയൊരു അജണ്ട ഇല്ലേ? പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ യുവാക്കന്മാരാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. യുവതിയോക്കന്മാരെ ഞാൻ കഴിഞ്ഞ ദിവസം അയർലൻഡിലെ ഒരു പയ്യനടുത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നീ അവിടേക്ക് ഒന്ന് പെട്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്റെ ജോയ്സിനേട്ടാ അവിടെ ചെന്നപ്പോഴാ മനസ്സിലായത് നമ്മുടെ ക്രിസ്ത്യാനികള് തന്നെ, മലയാളികൾ തന്നെ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് 100-300 കുടുംബങ്ങളായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ക്രിസ്ത്യാനികള് യുവതിയോക്കന്മാരൊക്കെ പറന്ന് പോകാൻ എന്തോ ചിലര് കൂടെ ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം അവര് യുവതിയോക്കന്മാരെ ഈ കൊച്ചു കേരളത്തിലുണ്ടായി കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അവരെ ഗവൺമെന്റ് ജോലിയിൽ നിന്നോ ബിസിനസ് ഇനി ചെയ്യുകയാണെങ്കിൽ അതും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കോ, അങ്ങനെ അവരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നില് ആരാണ് കളിക്കുന്നത്? ഇപ്പൊ കുറേശ്ശെ ക്രിസ്ത്യാനികൾക്ക് ബോധം വരാൻ തുടങ്ങി. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ ഒന്ന് പോയി നോക്കി, അവർക്കും മാത്രം ഓരോ വർഷം വോട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ബോധം വരാൻ തുടങ്ങി. കാരണം അവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഒരു തരത്തിലും വിദ്യാഭ്യാസ മേഖലകളിലോ തൊഴിൽ മേഖലകളിലോ ഒരു തരത്തിലും അവർക്ക് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥകളാണ്. ഇപ്പോ എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ പ്രതികരിക്കാൻ പാടുണ്ടോ? പിതാക്കന്മാരെ നികൃഷ്ട ചെയ്യും മുതല് പാലാ പിതാവിന് എന്താ പറയാ കേസ് കൊടുക്കല്, എന്തിങ്ങനെ പിതാക്കന്മാര് പ്രതികരിച്ചാലും അച്ഛന്മാരും അൽമാരൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഒന്നുമില്ലാതെ അവരെ വട്ടപൂജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരെ. ഇതിന് പിന്നിൽ എന്താ ശരിക്കും അതിന്റെ ഉള്ളത്? അപ്പൊ ക്രിസ്ത്യാനികൾക്ക് എന്തായി? വിവരം വെക്കാൻ തുടങ്ങി. അത് പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന ആ പാർട്ടിയെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇടത് ഭരണപക്ഷികൾക്കൊക്കെ ഇളക്കങ്ങൾ വരാൻ തുടങ്ങി. അയ്യോ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വെള്ളിയാഴ്ചയില് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സന്ദർശിക്കാൻ വരുന്നു.
താഴ്വരകളിൽ മുഴുവൻ ഭാരതം ഭരിക്കുന്ന പാർട്ടി അംഗങ്ങൾ കയറി ഇറങ്ങുന്നു. ഇതിന്റെ ക്രിസ്ത്യാനികൾക്ക് വിവരം നഷ്ടപ്പെട്ടു പോയാ? എന്താ ക്രിസ്ത്യാനികളുടെ അവസ്ഥ? ഇപ്പോഴെങ്കിലും ചിന്തിക്കാൻ തുടങ്ങി നിങ്ങളല്ലേ? ക്രിസ്ത്യാനികൾ എന്താ എങ്ങനെയാന്നുള്ളത്. ക്രിസ്തീയ കുടുംബത്തിൽ നിന്നും പെൺകുട്ടികളും അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി മറച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും പ്രതികരിക്കാത്തവര് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് എന്താ പറയാ, രാഷ്ട്രീയം പറയാൻ പാടില്ല, രാഷ്ട്രബോധം ഉണ്ടാകാൻ പാടില്ല, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല, ഒരു രാഷ്ട്രീയത്തിന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ക്രിസ്ത്യാനികളൊന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെ? ക്രിസ്ത്യാനികളൊന്നും ചെയ്യാൻ പാടില്ല. അവരിങ്ങനെ കൊന്ത നമസ്കാരം ചൊല്ലിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവരിരുന്നാൽ മതി. അവര് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം ക്രിസ്ത്യാനികൾക്ക് ഭരിക്കാനുള്ള അവകാശമില്ല. ക്രിസ്ത്യാനികൾ ഗവൺമെന്റ് ജോലികൾ ചെയ്യാൻ പാടില്ല. ക്രിസ്ത്യാനികള് നേരത്തെ പറഞ്ഞ പോലെ ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റു സ്ഥാപനങ്ങളോ നടത്താൻ പാടില്ല. ഇനി ക്രിസ്ത്യാനികൾ പഠിക്കാൻ മറ്റൊരു എന്താ പറയാ, അവർക്ക് ഒരു തരത്തിലുള്ള അവാർഡുകളൊന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് യുവക്കന്മാർക്ക് വേഗം ഇവിടുന്ന് അവർ ഓടിപ്പോക്കോട്ടെ. കാരണം ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കി മാറ്റണം. ഇത് വലിയൊരു അജണ്ടയാ. ഈ അജണ്ട കുറെ നാളുകളായി തുടങ്ങിയിട്ട്. കാരണം ക്രിസ്ത്യാനികൾക്ക്, പക്ഷെ ഇപ്പൊ ചില ക്രിസ്ത്യാനികളുണ്ട്, പാരമ്പര്യ ക്രിസ്ത്യാനികള്. അപ്പൊ പാരമ്പര്യമായ പാർട്ടികൾക്ക് മാത്രമാണ് ഈ പാരമ്പര്യ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുള്ളൂ. കാരണം അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം മഹാത്മാഗാന്ധിജിയുടെ ആ പാരമ്പര്യം ഇല്ലേ, ആ പാരമ്പര്യമായിട്ട് പോകുമ്പോൾ നമ്മുടെ ഭാരതം രക്ഷപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഇങ്ങനെ പോവാൻ നോക്കി കഴിഞ്ഞപ്പോൾ തമ്മിതലുകളും പ്രശ്നങ്ങളും ഇതൊരു ബിസിനസ്സാക്കി മാറ്റി. ഏത്? രാഷ്ട്രീയം ഒരു ബിസിനസ്സാക്കി മാറ്റി. അവര് സ്വന്തം കീശകള് വീർപ്പിക്കാൻ തുടങ്ങി. അവര് സ്വന്തം സാമ്രാജ്യങ്ങള് വളർത്താൻ തുടങ്ങി. ചില പാർട്ടികളാണെങ്കിൽ ആ പാർട്ടി അംഗത്തെടുക്കുന്ന വ്യക്തികൾക്ക് മുഴുവൻ കുടുംബത്തിൽ ഒരാൾക്ക് ഗവൺമെന്റ് ജോലിയാക്കി കൊടുത്തു തുടങ്ങി. മനസ്സിലാവണം. ചില പാർട്ടിയിലെ അംഗത്തെടുത്ത് കഴിഞ്ഞാൽ കുടുംബത്തിലെ ഒരാൾക്ക് ഗവൺമെന്റ് PSC ടെസ്റ്റ് ഒന്നും എഴുതണ്ട. അങ്ങനെ ക്രിസ്ത്യാനികളെ എന്ന് പറയുന്നത് കൃഷ്ണജീവികളും ക്രിസ്സംഖികളും ആക്കി മാറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ക്രിസ്ത്യാനികള് ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്നിലേക്ക് ചെറുതായി ഒന്ന് തരാഞ്ഞു. അപ്പൊ പറയാ, ക്രിസ്ത്യാനികളെ ഇന്ത്യ മുഴുവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പിന്നിലേക്ക് പോകുന്ന ഇവറ്റകൾക്ക് എന്ത് പറ്റിയെന്ന്. ഒന്നും പറ്റിയിട്ടില്ല. ഈ പ്രതികരിക്കുന്ന പിതാക്കന്മാരായാലും അച്ഛന്മാരാണേലും അവര് വിദ്യാഭ്യാസമില്ലാത്ത പൊട്ടന്മാരൊന്നല്ല കേട്ടോ. നല്ല രീതിയിൽ വിദ്യാസമ്പന്നരും നല്ല രീതിയിൽ ഇന്ത്യൻ ചരിത്രത്തെയും കേരള ചരിത്രത്തെയും പഠിച്ചവരുമായ അവർ ശക്തമായ നിലപാട് അല്ലെ, പാമ്പ്ലാനിക്ക് ശക്തമായി നിലപാടെടുത്തപ്പോൾ ഇന്ന് കേന്ദ്ര ബോർഡ്, പ്രത്യേകിച്ച് റബ്ബർ ബോർഡ് ചെയർമാനടക്കം അവിടെ നിന്ന് നിങ്ങളുടെ പ്രശ്നത്തെ ഞങ്ങൾ പരിഹരിച്ചു തരാം എന്ന് പറയുമ്പോൾ മക്കളെ, ക്രിസ്ത്യാനികൾക്ക് പ്രതികരിക്കാൻ പറ്റാതെയല്ല ഈ കാലഘട്ടം വരെ മിണ്ടാതിരുന്നത്. ഇനി ഞങ്ങളെല്ലാവരും പ്രതികരിക്കും. ഞങ്ങളായിരിക്കുന്ന യുവാക്കന്മാരും ഒപ്പം തന്നെ മീഡിയകളും അത് എല്ലാവർക്കും ഞങ്ങൾക്ക് എന്താ പാർട്ടി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ക്രിസ്ത്യാനികൾക്ക് പാർട്ടി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങളുടെ മക്കള് ഈ നാട്ടില് ഗവൺമെന്റ് ജോലി കിട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഇനി ബിസിനസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് ഇനി ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് മാത്രമാണോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക? പറ്റും മക്കളെ, പറ്റും. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. അതിന് നിങ്ങളിങ്ങനെ വെപ്രാളം പെടണ്ട. എങ്ങനെ ഈ വെപ്രാളപ്പെട്ട് കയ്യും മുട്ടും മറക്കാൻ നിൽക്കണ്ട. ഈ എല്ലാ മാധ്യമങ്ങളും എന്നും ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പ്രധാനമന്ത്രി മുതല് ആ വാർത്തകൾ ഇങ്ങനെ വെച്ച് പുലർത്തണ്ട. ഞങ്ങൾ ഒന്നായി നിൽക്കും. അമ്മേ.